വെച്ചിട്ട് ഞാനും ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടി വിയിലെ ഫ്ലോറിലായിരുന്നു. അപ്പൊ ചെന്നൈയിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം 2 പേര് ഷെയർ ചെയ്യണം. എല്ലാരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഞാൻ ആദ്യം പേരെടുത്തെടുത്ത് പറയുന്നില്ല. അറിയാതെ എന്റെ വായിന്ന് പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്നു പോവുക. 2 ദിവസമായിട്ട് നമ്മളെ ഫിറോസ് ഖാനും സജ്ജനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അതിൻ്റെ അകത്ത് സജ്ജന വന്നിട്ട് പറയുന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. ഒരിക്കൽ ഒരു ഷൂട്ടിന് പോയപ്പോഴേ ഒരു റൂമിൽ DJ പാർട്ടി നടത്തിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു റൂമിൽ ചിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുക, ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്താ വെച്ചാൽ സിഗരറ്റ് മാത്രമല്ല അതിൻ്റെ അകത്തെ കറുത്ത എന്തോ ഒരു സാധനം നിറച്ചിരുന്നു. അങ്ങനെയൊക്കെ നിറച്ച് പിന്നെയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കള്ളുണ്ടായിരുന്നു. ഇമാതിരി തോന്നിയവാസമാണ് അവിടെ നടന്നത് എന്നാണ് അതിൽ ആ ഒരു ചുംബിച്ചു എന്ന് പറയുന്ന നടി പറയുന്നത്. അവർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും ചുംബിച്ചതല്ല, ഇയാൾ ബോധമില്ലാതെ എന്നെ കയറി പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചതാണ് എന്ന് കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട്. അതായത് സജ്ജന എന്ന് പറയുന്ന സ്ത്രീ കണ്ടതാണെല്ലാം, എന്നിട്ടും അവരെന്തിനാണ് എൻ്റെ പേര് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അതായത് ഒന്നിനും പെടാത്ത അല്ലെങ്കിൽ ഭയന്നു മാറിയിരുന്ന ഒരു സ്ത്രീയെ അവരെ സിഗരറ്റ് വലിക്കാൻ നിർബന്ധിക്കുക, അവരെ കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുക, എന്നിട്ടെന്ന് പറയുന്നത് ഇവൻ്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇവൻ്റെ കള്ള് മൂന്തിയിട്ടാണോ അല്ലെങ്കിൽ വെളിച്ചേൻ്റെ കിക്കാണോ എന്നറിയില്ല, കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ചുംബിക്കാൻ നോക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് പോഴത്തരമാണ് ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ആ യുവതി വന്നിന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞെല്ലാം പച്ച കള്ളമാണ്. ഇവർക്ക് റീച്ച് ഉണ്ടാക്കാനും ഇവരുടെ ഫാമിലി, അതായത് ഇവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇവർ തന്നെയല്ലേ തീർക്കേണ്ടത്? മറ്റുള്ളവരുടെ പെടലിക്ക് വെച്ച് കൊടുക്കുകയാണോ വേണ്ടത്? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഫിറോസ് എന്ന് പറയുന്നവനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ തന്നെ ആപത്താണ് ഇവർ പറയുന്നത് കേട്ടാലേ. കാരണം അവൻ ഈ കല്യാണം കഴിച്ചിട്ടും ഇമാതിരി തോന്നിയവാസങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഒരിക്കലും കയറൂരി വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവതി ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം എന്താ അറിയാം, എന്നെ ആരും ചുംബിച്ചതല്ല, ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ എന്നെ പിടിച്ചു വെച്ചിട്ട് എന്നെ സിഗരറ്റ് വലിക്കാൻ പറയുന്നു, അതുപോലെ തന്നെ എന്നെ കയറി അങ്ങ് ചുംബിച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. പക്ഷെ ഞാൻ അന്ന് പ്രതികരിക്കാത്തത് ഞാനൊരു പാവം ആർട്ടിസ്റ്റാണ്, അതായത് ഒരു സാധാരണക്കാരിയാണ്. അതുമാത്രവുമല്ല അവർ വന്നപ്പോഴാണ്, അതായത് ഈ ഒരു തുടക്കകാലത്താണ് അവരുടെ. ഇന്നെങ്ങാനമാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ചിലപ്പോഴും മാറിയിട്ടുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം വലിയ തോന്നിയവാസമാണ് കാണിച്ചത്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളും ഖഞ്ചാവും ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ല. അല്ലാതെ നമ്മളെ നോർമലായിട്ടുള്ള പരിപാടികളൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും അവിടെ നടന്നിരിക്കുന്ന കൂതറ സംഭവങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് സജ്ജന വരെ നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാധിക്കുക, അതായത് അവർക്ക് അത് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സജ്ജന എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചൊരു സോറി പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുക. എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ! അതായത് ഇമാതിരി കൂതറ സ്വഭാവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഇവരൊക്കെ എവിടത്തെ ദമ്പതികളാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ദമ്പതികൾ എന്നുള്ള പേര്, എന്നിട്ട് ലോകം തെച്ച് പോയിട്ട് ഗസ് ചെയ്യുക, കാണുന്നവരെ തെച്ചും ഗസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആഭാസൻ. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നിട്ടും പറയുകയാണ് ഞാൻ എൻ്റെ ഭർത്താവാണെന്ന്. എങ്ങനെ തോന്നി പിന്നെയും നിങ്ങൾക്ക് ഇതുപോലെ നടക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പറയും സ്നേഹമാണ്, അഖിലസാരമൊഴിയിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ പറയും. എവിടെ ഇതിലും നല്ലത് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നല്ലേ? അവർക്ക് അതിലും വലിയ അന്തസ്സുണ്ടല്ലോ. ഇമാതിരി തോന്നിയവാസിയായ ഒരുത്തൻ്റെ കൂടെ നിന്ന് അവൻ ചെയ്യുന്ന പോക്കൃത്തരത്തിങ്ങനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുക എന്നുള്ളത് എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീ അതും കണ്ടു നിന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവൻ്റെ ശല്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം സഹിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? ഇനി അവൻ ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും, ഇതൊക്കെ ഇങ്ങനെയാണോ, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെയായിട്ട് പോട്ടെ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? ഏതായാലും ഒരു കാര്യം ചെയ്ത് കേൾക്കാത്തവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സജ്ജന പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതിനകത്തുള്ള മിററിൽ നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്കവിടെ പറഞ്ഞാൽ മനസ്സിലാവും, കണ്ണാടി കൂടെ ബാത്റൂമിൽ കാണുന്നത്. അത് ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരി ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് സജ്ജന കാണുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ആ യുവതി പറയുന്നത്.
അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ പങ്കെടുക്കാത്ത നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെല്ലാവരും കൂടി ബാത്റൂമിലും അതുപോലെ തന്നെ ഇവിടുന്ന് കള്ളും മോന്തിയിട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ബാത്റൂമിൽ പോകേണ്ടി വന്നു. ആ ബാത്റൂമിൽ പോയപ്പോൾ ഇവർ ബലമായിട്ട് കൈക്ക് പിടിക്കുകയും ഇയാളാണെങ്കിലും എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹപ്രകടന പോലും വെള്ളടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹ ഫിറോസിന്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുമായിട്ടുള്ള സ്നേഹപ്രകടനത്തിൽ പെട്ടുപോകുകയും പിന്നീടാണ് അവർ കയറിയിട്ട് ഇയാൾ കയറിയിട്ട് എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് ചുംബിക്കുന്നത്. ഇതാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവരെന്നിട്ട് അകത്ത് പോയിട്ട് പിന്നെ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാനോ ഇവർ നിന്നതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആള് എന്നൊക്കെ. പക്ഷേ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ സ്വകാര്യത അവരുടെ അവകാശമാണ്. എന്നാലും അവരുടെ കൂടെ അന്നുണ്ടായ ആൾക്കാരൊക്കെ ഉണ്ടാകും. അവർക്കെല്ലാം അറിയാം ആരാണ് ആള് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് നാണക്കേടുകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടാകും. കാരണം എന്താ, നീ ഇങ്ങനെ ചെയ്തിരുന്നോ അന്ന് എന്നുള്ള ഒരു സംശയം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നുണയാണെങ്കിൽ എന്തിനാണത് കയറ്റിയിട്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫിറോസ് ഖാൻ ചെയ്തത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യം ഈ ഒരു സംഭവം നുണയാണെങ്കിൽ സജന പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ, സജന തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 4 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ വന്ന കാര്യങ്ങൾ അതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സജ്ജന എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേ അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ജീവിതമാണോടെ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതിനൊക്കെ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്? ഇതൊന്നും ഒരിക്കലും കുടുംബജീവിതമാണെന്ന് പറയാൻ പറ്റൂല. ഇതൊന്നും കുടുംബജീവിതവുമല്ല. ഇങ്ങനെയുള്ള ഒരു ആഭാസനായ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു കുടുംബജീവിതമാക്കുക? അപ്പോൾ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് കുടുംബജീവിതം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് 4 വർഷം, ഒരാൾ പറയുന്നത് ഇയാൾ ലോകം തെയ്യും മുഴുവൻ ഇങ്ങനെയാണെന്ന്. അല്ലെ, നിങ്ങൾ മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ടാണോ ഈ കലാപ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞു വരുന്നത്? ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും നമുക്കൊരു കാര്യം, ഞാൻ യുവതി പറയുന്ന കുറച്ച് സംഭാഷണമുണ്ട്, കുറച്ച് ലോങ് ആണ്, അതെല്ലാവരും ഒന്ന് കേട്ടിട്ട് വരണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടിട്ട് മതി. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്. അതില് ഞാനത് യൂട്യൂബിൽ ആവശ്യമായിട്ട് കണ്ടതാണ്. കണ്ട സമയത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാ, സൂര്യ ജോഡി ഓർ സൂപ്പർ ജോഡി, സൂര്യ ജോഡി എന്ന പ്രോഗ്രാമാണ് കൊറോണയുടെ തൊട്ട് മുന്നേ ടെലികാസ്റ്റ് സൂര്യ ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതില് വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ആള് ഞാനാണ്. പക്ഷെ എനിക്കും എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് ഈ പേഴ്സണലി ഇവർ 2 പേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ 2 വ്യക്തികളെയും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് നല്ലൊരു കപ്പിൾസ് അല്ലേ എന്നുള്ള രീതിയിലൊരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ 2 പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറുമില്ല. ഈ 2 പേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ ടയേർഡൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളു കുടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളൊക്കെ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയേർഡ് ആയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യാം. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ, ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ടാ. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടി വിയിലെ ഫ്ലോറിലായിരുന്നു. അപ്പൊ ചെന്നൈയിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം 2 പേര് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ, ഞാൻ ആദ്യം പേര് എടുത്തെടുത്ത് പറയുന്നില്ല, അറിയാതെ എന്റെ വായിന്ന് പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്നു പോകാമായിരിക്കാം അതിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ. അപ്പം അതിൽ ചില ആൾക്കാർ സീനിയർ, ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിചയ ആൾക്കാർ. ഇപ്പൊ ഞാനും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പോ ഞങ്ങളുടെ റൂം വെച്ചാൽ ടിൻ ബെഡ് ഉണ്ടായിരുന്നു. ഒരു ബെഡ് അപ്പുറത്ത്, നടുക്കിലൊരു ടേബിൾ ഇപ്പുറത്ത്, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ വെക്കാൻ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്യില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടുമില്ല. ഞാനും ഇന്ന് വരെ ഞാൻ ഈ ലഹരി, കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല.
എന്നിട്ടും ഞങ്ങളുടെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലായി കഴിഞ്ഞാൽ അത്രയും അലങ്കോലാവുന്ന അവർക്കൊരു ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നതായിരുന്നു. ഞാൻ എന്തായാലും കള്ളുടിക്കും പരിപാടിയൊന്നുമില്ല, അപ്പൊ എനിക്ക് പാർട്ടിക്കും താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ റൂമിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നുള്ള ഒരു തുടക്കം ഒരു സമയമായിരുന്നു. അപ്പോ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ആക്ടിക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ. അയ്യോ, സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അത് സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയാൻ എന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയാണ്. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവര് ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയുമല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറൊരാളടുത്ത് ഞാൻ പറയേണ്ടി വന്നായിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതുകൊണ്ട് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡില് പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് മറ്റേ എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടി തന്നെയാണെങ്കിൽ പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത് യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കണമെന്ന് എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം, അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണ്, സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഇപ്പൊ ഞങ്ങളടുത്ത് പറയുകയും പറയാം, ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞിരുന്നു, ഇവരെന്തോ ഒരു ആട്ടുകാട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിലിട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഒരു ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെയായിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലാതെ ഞങ്ങൾ അതിലേക്ക് അത്ര ആ ഒരു വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇതന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ എന്താണ് പറയാ, ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോളുടെ ഹസ്ബൻഡ് വൈഫിന്റെ കാര്യമാണ് പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗജീവി പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയാനുള്ള വോയിസ് അന്ന് ആയിട്ടില്ല. അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം. ഇവര് അത് പറയട്ടോ, സിസർ വലിക്കുന്നത് ഇവര് റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഇവര് ബാത്റൂമിന്റെ അകത്താട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാർ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഇവര് ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്. ഫുൾ പുകയാണ്, നമ്മളൊരു കുടമഞ്ഞ പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട് ഒന്നതാണ്. ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലും അല്ല, നോർമൽ ഒരു റൂമാണ്. 2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാരയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്കൊരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയത് തന്നെ മനസ്സിലായി, എനിക്ക് ബാത്റൂം പോകാൻ പറ്റുന്ന അന്തരീക്ഷമല്ല അവിടെയെന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്നും മാറി തരുന്നുമില്ല. അപ്പൊ കള്ള് കയറ്റി ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെയല്ല. ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മള് അങ്ങനെ പെട്ടെന്ന് നമ്മള് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയാ, നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഞാനും വിചാരിച്ച് കള്ള് വയറ്റിൽ ചെന്നതിന്റെ കള്ളും പുറത്തുള്ള
കിക്കായിരിക്കും ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. കള്ളു വാരി ചെന്നാൽ പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനവും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആളെന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധിക്കുക, നിർബന്ധത്തോട് നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിലില്ല. ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് അത് അത്രയും അങ്ങനെ എനിക്ക് ഒരു കുറവേ എനിക്ക് ഇന്റേതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിഞ്ഞു നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർദ്ദേശിച്ചു ഞാൻ ഇത് ഇതാക്കിയില്ല, അത് എനിക്ക് താല്പര്യം പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡില് ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്, മറ്റു രണ്ടുപേരും പേർക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല, ദീപ്തി കല്യാണിയും ഹരിണി. അവർ രണ്ടുപേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതികരിച്ചിട്ട് അവരുമായിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനും ദീപികയിലാണ്. അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്, ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളിനോട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ കിക്കടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിക്കൂ, നീ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഷേക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക ഷേക്കിന്റെ, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മള് വിരല് പറയില്ല ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസോ നമ്മള് ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തെങ്കിലും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവർ നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയും നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോവും, കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരുടെ അടുത്ത് ഈ ഹരിണി ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇത് കണ്ടു, ഇവര് കണ്ടു മിററിലൂടെ ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവര് കണ്ടത്. അല്ലാണ്ട് ഇവര് അതിൽ പറയുന്നുണ്ടല്ലോ ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു, എന്താ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹായ് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസ് കളിച്ച് വന്ന്. ഈ ആള് ഇങ്ങനെ നനഞ്ഞ വടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റ്, പിന്നെ ആള് മിണ്ടുന്നില്ല, കോഴി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത് ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ? അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത് ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവര് ഇവിടെ എന്താ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമില്. ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. ആ നേരത്തെ ഇവര് പേടിക്കണ്ട വെച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ പറഞ്ഞപ്പോ നീ പേടിക്കണം, ഈ എന്താണ് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവൻ ആശ്വസിപ്പിച്ചു. സാറിന്റെ മകനായിരുന്നു എന്റെ ഡാൻസ് പാർട്ണർ ആയിട്ടുണ്ടായിരുന്നത്. നീ പാട്ട് മിക്സ് ചെയ്യാൻ പുറത്തു പോയിരിക്കായിരുന്നു പെർഫോമൻസിന്റെ. നീ വന്നിട്ട് ഞാൻ പൊതുവെ ആ സമയത്തൊന്നും അത്ര വലിയ രസത്തിലും കൂടിയല്ലേ എപ്പോഴും ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് ഡാൻസിന്റെ കാര്യത്തിൽ തെറ്റിലും പിടിക്കില്ല. പക്ഷെ നീ വരെ വന്നിട്ട് എനിക്ക് എന്നൊന്നും വിളിക്കാതില്ല, ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോന്നിട്ട് അവൻ പറഞ്ഞ വാക്കിൽ ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട്
ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു, ഇവരുടെ പേര് ഞാൻ പറയട്ടെ, കലാ ചേച്ചി പേര് പറഞ്ഞുകൊണ്ട്, ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു, അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് ഇത് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ, ഞാൻ ജിഷ്ണേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവൾക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തില് ഞങ്ങൾ അതിനെ എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. സോറി, എന്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു, സോറി. പിന്നെ നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോഴും കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റും അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞു. രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്, ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോയില് ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതില് കുറെ പേരെ കാര്യം പറഞ്ഞിട്ട്, 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ, അതൊരു പോക്സോയിൽ പെടുന്ന കാര്യമാണ്. അത് ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, നാലാമത്തെ മറ്റേ ഇപ്പത്തെ ഇഷ്യൂല് വന്ന പെണ്ണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചിങ്ങനെ വന്നു, അയ്യോ ഈ ചേച്ചി ഇത്രയും സഹിച്ചിട്ടാണോ എന്നത്, എന്തായാലും പറഞ്ഞു വരുമ്പോഴാണ് ഇതേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേന്റെ ക്രെഡിബിലിറ്റി വരെ പോയി സത്യത്തില്. മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും നോണയായിരിക്കും എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയണേ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ, ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ അടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി എന്നെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോൾ കണ്ടിട്ടുണ്ടാവും. ആ ചേച്ചി എന്തുകൊണ്ട് എനിക്ക് റിപ്ലൈ തരുന്നില്ല? അതേമാതിരി ഞങ്ങളുടെ കോർഡിനേറ്റർ, ആ വോയിസ് ഞാൻ എന്തെങ്കിലും ഇടാം, കോർഡിനേറ്റർ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ് അയച്ചു, ആ ചേച്ചി കേട്ടു, ആ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, മനസ്സവാച എനിക്ക് ഈ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയാണ് ഉണ്ടായത്. ആ ഉൾട്ടായിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പൊലിമ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു ആ ചേച്ചിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ ഹസ്ബൻഡ് ആള് ശരിയല്ല, ആള് മിസ്ബിഹേവ് ചെയ്തിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാലും ഞാൻ മിണ്ടില്ലായിരുന്നു ഈ കാര്യം സംഭവം സത്യമാണ്. പക്ഷെ അവിടെ ഞാനും കൂടി ഇൻവോൾവ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് സങ്കടവും എനിക്ക് ദേഷ്യവും വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യം. ഞാൻ അത് കേട്ട ഉടനെ ഞാൻ കേട്ട ഉടനെ അർദ്ധരാത്രി ഞാൻ വിളിച്ചത് മൂപ്പൻ ചേട്ടനെയാണ്, ശരത്തേട്ടനെയാണ്, മൂപ്പൻസ് വ്ലോഗ്. ആളടുത്ത് ഞാൻ സങ്കടം കുറെ പറഞ്ഞു. ആളെന്നോട് പറഞ്ഞു, നീ അത് പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഒഴിവാക്കിയേക്ക്. കാര്യം അവരുടെ ഒരു യൂണിവേഴ്സ്, എനിക്ക് കേട്ടോ അവരുടെ യൂണിവേഴ്സിലും ഗ്രൂപ്പിലും കയറാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സായി ചേട്ടനും ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ ആളടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും ആളും എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി അതിൽ എനിക്ക് എന്റേതായ കരിയറും പ്രൊഫഷണലായിട്ട് പോകാൻ എനിക്കിഷ്ടം. ഇവരുടെ കയറിയിട്ട് ഒരു റീച്ച് പേരൊന്നും മ്യൂട്ട് ചെയ്യണേ. ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഈ ചേച്ചിയുടെ പറയുന്ന സോക്കോൾ ഹസ്ബൻഡ് ഡിവേഴ്സ് ആയിട്ടില്ലോണ്ട് എനിക്ക് അങ്ങനെ പറയാലോ ഹസ്ബൻഡ് ആണെന്ന്. ആ വീഡിയോയിൽ പറയണ്ടല്ലോ ഡിവേഴ്സ് അല്ലാന്ന്. അപ്പൊ ഈ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് അയച്ചു, ഹസ്ബൻഡ് ബബ്ബ അടിക്കണം എന്നോട്, നിങ്ങൾ ഇനി രണ്ടുപേരും കൂടി റീച്ച് ഉണ്ടാക്കാനാണോ എന്ന്. എനിക്ക് ഞാൻ പറയാം, എന്നോട് അഭിനയിക്കല്ലേ കേട്ടോ, എന്നോട് അഭിനയിക്കരുത്, നിങ്ങൾ അഭിനയിച്ചോളൂ, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ചോളൂ, പക്ഷെ എന്റെ അടുത്ത് അഭിനയിക്കരുത് പറഞ്ഞു ഞാൻ. കാര്യം എനിക്ക് ഈ റീച്ച് നിങ്ങളുടെ ഇടയിൽ കിടന്നിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുള്ള റീച്ച് എനിക്ക് വേണ്ട. അതേമാതിരി ഈ സ്ത്രീ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എടുത്ത് വെളിയിലിടും, നിന്നെ അലക്കും എന്ന് പറയുന്നത്. ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല എനിക്ക്. ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണോ എന്ന് അങ്ങനെ തോന്നാനും എനിക്കില്ല. കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലല്ല ആസ്തി പറഞ്ഞു. ആസ്തി ഞാൻ കണ്ടു. നമുക്ക് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഞാൻ സായിച്ചേട്ടനോട് ഞാൻ അതാ, ബ്രോനോട് ഞാൻ അതാ പറഞ്ഞത്. അപ്പൊ ആള് ഈ ചേച്ചിക്ക് വിളിച്ചപ്പോ ഈ ചേച്ചിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ കാര്യം ആ ടോപ്പിക്ക് ഞാൻ എടുത്തിടുന്നില്ല. ഇനി അവളായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിവുണ്ട്, എന്റെ കൂടെ സാക്ഷി പറയാൻ 2 ആൾക്കാരുണ്ട്, അവരെ കൊടുന്ന് പറയും പറഞ്ഞു. എനിക്കുണ്ട്. ഇതെന്താ കണ്ടത് ഈ പറഞ്ഞ ഈ 2 വ്യക്തികളാണെങ്കിൽ അതേ 2 വ്യക്തികളുടെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഈ പറയുന്ന ജിഷ്ണേട്ടനാ പ്രമോദേട്ടനാണ് ഇവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജിഷ്ണേട്ടനോടും പ്രമോദേട്ടനോടും ഞാൻ രാവിലെ സംസാരിച്ചതാണ്.
അവര് പറയുന്ന റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുമല്ല, ഇങ്ങനെ ഈ എന്ന സംഭവം അവിടെ തക്കതായി കണ്ണുകൊണ്ട് കണ്ട വ്യക്തികളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ദീപ്തി ആണെങ്കിലും ഹരിണി ആണെങ്കിലും മറ്റേ കുട്ടിയാണെങ്കിലും കണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ട് അറിയുന്നതാണ് എന്താ നടന്ന കാര്യം. ഞങ്ങൾ ആ റൂമിൽ ഞാൻ വന്ന് കരങ്ങി റൂമിൽ ഒന്ന് വെറുതെ വന്ന് നോക്കി, പാർട്ടി നടക്കുന്ന റൂമിൽ അവിടെ ലിറ്ററലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റൂം കിടക്കണ കോലം കാണണം. കള്ള് കുപ്പി വീണ് കിടക്കുന്നു, ഗ്ലാസ് പൊട്ടി കിടക്കുന്നു, ഒരു ചായക്കപ്പ് പൊട്ടി, മറ്റേ വെള്ളം കുടിക്കുന്ന 2 ഗ്ലാസ് പൊട്ടി കിടക്കുന്നു. പിന്നെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ മൊത്തം പുക. അവിടെ എന്താ പറയാ, പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂം. ഞാനും മറ്റേ കൊച്ചും കൂടി രാവിലെ പോയ സമയം റൂമിൽ കയറുമ്പോ ഞങ്ങള് ഒന്നാമത് തമിഴ്നാട്, ഞങ്ങളൊരു പറയും ചെയ്തു, ഈ ഹോട്ടലത്തെ ആൾക്കാർ ഞങ്ങൾ ഈ കീ കൊണ്ടേ കൊടുത്തിട്ട് റൂം ക്ലീൻ ചെയ്യണം പറയുമ്പോൾ ഞങ്ങള് ഈ മലയാളീസ് ഇങ്ങനെയാണോന്ന് തെറ്റിദ്ധരിക്കുന്നില്ലേ. നമുക്കൊരു നടക്കടാ കീ കൊണ്ടേ കൊടുക്കുമ്പോ റൂം സർവീസിന്റെ അടുത്ത് സർവീസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങളുടെ റൂമാണല്ലോ, ഞങ്ങളല്ല അത് ചെയ്തു വെച്ചത്, പക്ഷെ ഞങ്ങളുടെ റൂമാണല്ലോ. അവര് വിചാരിക്കുക ഈ 2 പെണ്ണുങ്ങളാണ് ഈ കൂത്താടിയെന്നല്ല വിചാരിക്കുക. എനിക്കിതൊന്നും പറയാം, ബാക്കിയുള്ളവർക്ക് എന്നോട് ഞാൻ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. കാര്യം എനിക്കിതൊക്കെ പറയേണ്ട അവസ്ഥ വന്നോണ്ടാണ്. അവിടെ ബാക്കി എൻജോയ് ചെയ്തവരെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തല്ല. അതൊക്കെ അവരുടെ എൻജോയ്മെന്റ്. അവർ കള്ളു കുടിക്കുകയെ, അവര് സിഗരറ്റ് വലിക്കുക, അവര് കഞ്ചാവ് അടിക്കുക, എന്താച്ചാ ചെയ്തോട്ടെ. പക്ഷെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതിൽ കൊണ്ട് ഡ്രാഗ് ചെയ്തിടരുത്. അത് ഈ ചേച്ചിയായിട്ട് ഇപ്പൊ ഇത് വലിച്ചു വാരി എന്റെ വായിന്ന് പറയിപ്പിച്ചതാണ്. വേറെ ആരും ഒന്നും ബ്ലെയിം ചെയ്യാനോ ഒരു കാര്യത്തിൽ വരില്ല. അന്ന് അവിടെ നടന്ന സംഭവം പറയുമ്പോൾ എനിക്ക് എല്ലാതും. പിന്നീട് ഈ ഒരു സംഭവം വന്നത് പിന്നെ അവർ ഒരുപാട് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് റിപ്ലൈ നൽകാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നും സജ്ജന കൂട്ടാക്കിയിട്ടില്ല. അതായത് സജ്ജനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ഖാനെ കൂടി നാറ്റിക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തിനാണ് മൂന്നാമത് ആൾക്കാരെ വലിച്ചിടുന്നത്? ഇതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് കുത്തഴിഞ്ഞ ജീവിതങ്ങൾ ജനങ്ങളുടെ മുന്നിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടോ, അവനവൻ്റെ കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാത്തത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഒരിക്കലും അത് ജനങ്ങളുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് വെക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോഴന്മാരുടെ കൂടെ സർഗവാസം ഇല്ലാതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന പോലെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വെടിപ്പാക്കിയിട്ട് മാറ്റിവെച്ച് വേറെ ഏതെങ്കിലും ഒരു റൂമിൽ പോയിട്ട് കൂതര കളി കളിക്കുക. അത് തന്നെ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴേ കഞ്ചാവ് ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാകാം, പിന്നെ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ മദ്യവും കാര്യങ്ങളും ഉണ്ടാകാം. ഇതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും മറ്റേ പരിപാടി ഉണ്ടാകാം. അതിനൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സാഹചര്യം അങ്ങനെയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു ഏതൊരു ലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. ഒരു ഊളത്തരവില്ല. കുറേ പളവള മിന്നുന്ന ഷർട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും വലിയ വണ്ടികളും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടമായിരിക്കാം, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ വാടകയ്ക്ക് എടുത്തതായിരിക്കാം. അല്ലാതെ ഇവന്മാർക്കൊന്നും ഒരു കോപ്പുമില്ല. ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലേ ഷിയാസ് കരീമു എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ്റെ പത്രാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ വലിയ കോടീശ്വരനാണെന്ന് നമ്മൾ വിചാരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു തുകയുണ്ട്. ആ ഒരു തുക മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ കോടികളോ ലക്ഷങ്ങളോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകും. പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും, ചൂഷണം ഉണ്ടാകാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും മാറി നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കേട്ടോ. നന്ദി, നമസ്കാരം.